ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം ഒരു 6:40 ഐ എം എലോൺ ഇൻ ഹോം എലോൺ ആണ്. കാരണം കല്ലു അമ്മയും കൂടെ വെഞ്ച് സംവെയർ കാരണം കുറച്ച് എമർജൻസി സിറ്റുവേഷനായിട്ട് പോയൊക്കെയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഹോം എലോൺ എങ്ങനെ ഇരിക്കും നോക്കാം. ഐ തിങ്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണില്ല, കാരണം കഴിക്കാൻ ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ വെച്ചിട്ടുണ്ട്. യെസ്റ്റർഡേ ഞാനൊന്ന് ക്ലീനായി. സോ അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കെട്ടി വെച്ചിട്ട് കിടന്നു വരുന്നത് രാത്രി. ടൈറ്റ് ആയപ്പം കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ആൻഡ് മൈ 2025 സ്റ്റാർട്ട്സ് വിത്ത് ദിസ് ശുഭപ്രതീക്ഷ ഗൈസ്. നമുക്കപ്പോൾ പ്രൈമറി കാര്യങ്ങൾ പല്ലൊക്കെ തേച്ച് സെറ്റായിട്ടൊക്കെ വരാം. സോ ഇന്ന് ഇടിയപ്പോൾ മുട്ടക്കറിയുമായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത്. പോണതിന് മുമ്പേ ഞാനതെടുത്തു. പിന്നെ ഞാൻ കട്ടനാണ് ഞാൻ കുടിക്കൽ. ഞാൻ വൈകിട്ട് മാത്രമേ പാചകം കുടിക്കുള്ളൂ. സോ കഴിച്ചിട്ട് വരാം ഗൈസ്. സോ അപ്പോൾ ഇപ്പോൾ കല്ലുവിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു, ഫെയർവെല്ലിൻ്റെ. ഇതാണ് കളറ്. നമുക്ക് ഫെബ്രുവരി 20 എന്തുകൊണ്ട് ഫെയർവെൽ. ലഞ്ചിന് അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയെങ്കിലും ഫ്രിഡ്ജിൻ്റെ അകത്ത് പ്രോൺസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കിയ ഒരു ആഗ്രഹം. അങ്ങനെ തട്ടിക്കൂട്ടൽ ബിരിയാണിയാണ്. നമുക്കതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യാം. നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു. ഈവനിങ് ഒക്കെ ആയപ്പോൾ സോ ഗൈസ്, അപ്പം അമ്മയും കല്ലുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ വന്നു, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ഇപ്പം ഓൾറെഡി എനിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ട് മുടി കുറച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലിലാണല്ലോ ലാസ്റ്റ് ഒരു 4 years ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ വെള്ളം അങ്ങനത്തെ കുറച്ച് ക്ലോറിൻ വാട്ടറൊക്കെ അവിടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊക്കെ ആയിട്ട് എൻ്റെ മുടിയൊക്കെ ഭയങ്കരമായിട്ടാണ് കുഴിക്കും. ലൈക്ക് മറ്റേ ഒരു റീൽ ഞങ്ങളുടെ നോബഡി ഈസ് ഫോളിങ് ഫോർ യു, പക്ഷേ യുവർ ഹെയർ ടുക്ക് ഇറ്റ് സോ സീരിയസ്ലി എന്ന് പറയാനുള്ള ഒരു ലോഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഴിയുന്നു. അപ്പം എന്തായാലും വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഹോസ്റ്റലൊക്കെ വെച്ചിരിക്കുന്നത് വീട്ടിലൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹെയർ കെയർ ചെയ്താലോ. അങ്ങനെ ഹെന്ന തേക്കാം എന്ന് വിചാരിച്ചു. കാരണം കുറേ റിവ്യൂസൊക്കെ വന്നു, ഹെന്ന ഈസ് എ ഗുഡ് ഹെയർ കെയർ, പ്രോട്ടീനിൽ ചേർക്കാൻ പറ്റുന്ന സാധനം എന്നൊക്കെ പറഞ്ഞു. സോ ഹെന്ന തേക്കാൻ വേണ്ടി പോകണം. അങ്ങനെ നമ്മൾ ഓവർ നൈറ്റിൽ ഹെന്ന ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പിറ്റേ ദിവസം തേക്കാൻ എന്നാണ് ഞാൻ കണ്ട വീഡിയോസിലും വീട്ടിലൊക്കെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു. അപ്പോൾ സോ നമുക്ക് ഹെന്ന പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ടിട്ടെന്നാലും. സോ ദിസ് ഈസ് ഓവർ നൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ നേരത്തെ കാണിച്ച ആ ഒരു ഇതിലോട്ട് ഹെന്നയും കൂടെ യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇന്നലെ രാത്രി വെച്ചതാണ്. ഇപ്പം ഈ സമയമായപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞു. സംഭവം ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ തലേ ദിവസമായിരുന്നു. അതായത് ഹോമിനോടൊരു വ്ളോഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വ്ളോഗ് എടുത്ത് കഴിയാൻ സമ്മതിച്ചില്ല. അത് പിറ്റേ ദിവസത്തിലോട്ട് നീണ്ടു. ആ പിറ്റേ ദിവസവും രാവിലെ തന്നെ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ വൈകിട്ടാണ് ഞാൻ കുളിച്ചത്. ഒരു സാധനം എണ്ണയൊക്കെ ഇട്ട് വൈകിട്ടാണ് കുളിച്ച് കഴിഞ്ഞിട്ട് കുറേ കണ്ട് എടുക്കുന്ന കേട്ടോ. സംഭവം വേറൊന്നുമില്ല, സ്പെഷ്യലായിട്ടൊരു ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് എന്നൊരു കോണ്ടന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പം കുറച്ചായിട്ട് വീട്ടിലാണല്ലോ. അപ്പം ഫുഡ് കഴിക്കുന്നു, റീൽസ് കളിക്കുന്നു, പിന്നെ കുറച്ച് സമയമൊക്കെ പഠിക്കുന്നു, പിന്നെ എന്താണ് പിന്നെ ഉറങ്ങുന്നു, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് കോണ്ടന്റ് ആയിട്ട് ഇടാൻ വേണ്ടി ഒന്നുമില്ല, അങ്ങനെ ഇട്ടന്നേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കി കേട്ടോ. 2025 ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം December 31 നടക്കുമെന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ മാനിഫെസ്റ്റേഷൻസും എൻ്റെ റിയാലിറ്റിയിലും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ
ചെയ്യാൻ എനിക്ക് പറ്റണം എന്ന് വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഹാപ്പിനെസ് ജാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഇതേ കണക്ക് ഈ അറേഞ്ചിൽ നമുക്ക് എടുത്ത് നോക്കാം. എനിക്ക് ഏറ്റവും ഹാപ്പിയുള്ള കാര്യങ്ങൾ ചെറിയ നോട്ടായിട്ട് എഴുതി ആ ഹാപ്പിനെസ് ജാറിനകത്ത് എഴുതുന്നുണ്ട്. നമുക്ക് ഈ അറേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഗൈസ് ഞാൻ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഒരു അതിൻ്റെ കോണ്ടന്റ് സ്റ്റോറി നമുക്ക് പറയാം. റിയൽ ലൈഫ് ഇൻസിഡന്റ് പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു കോണ്ടന്റിലേക്ക്. സോ ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ട് നോർമലി ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. Stay tuned for the next content and it will be uploaded on day 2. So അടുത്ത കോണ്ടന്റ് എന്തായാലും റിയൽ ലൈഫ് സ്റ്റോറി ആയിരിക്കും guys. So stay tuned. Hope you guys like my video. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തൊട്ട് വീഡിയോസ് കാണുന്നതായിരിക്കും. See you. Thank you.